നമസ്കാരം. ഇസ്രായേലും അമേരിക്കയുമായുള്ള യുദ്ധം മുറുകുമ്പോഴും ഇറാനിൽ ഇപ്പോഴും കൂട്ടത്തോടുകൂടി തൂക്കിക്കൊലകൾ നടക്കുകയാണ്. പലപ്പോഴും കൗമാരപ്രായക്കാരെയും ചെറുപ്പക്കാരെയുമാണ് ഇത്തരത്തിൽ തൂക്കിലേറ്റുന്നത്. ഇറാനിലെ മത ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ ആളുകളെ തന്നെയാണ് പ്രധാനമായി ഇവർ തൂക്കിലേറ്റുന്നത്. അതുകൂടാതെ പല നിരോധിത സംഘടനയിൽപ്പെട്ട ആളുകളാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ തൂക്കിക്കൊലയ്ക്ക് വിധേയരാക്കുന്നത് ഇവിടെ ഇപ്പോൾ പതിവായി മാറിയിരിക്കുകയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പുലർകാലങ്ങളാണ്, അതായത് പുലർച്ചെയാണ് ഇപ്പോൾ തൂക്കിക്കൊലകൾ നടപ്പിലാക്കുന്നത്. നേരത്തെ പരസ്യമായി തെരുവുകളിൽ വെച്ചാണ് ആളുകളെ തൂക്കിക്കൊല്ലുമായിരുന്നത്. തൂക്കുമരത്തിന് പകരം ഇവിടെ ക്രൈനുകൾ ഉപയോഗിച്ച് ആളുകളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന രീതിയാണ് നേരത്തെ നടപ്പിലാക്കിയിരുന്നത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അവരെ വധിച്ചിരിക്കുന്നത് ഒരു 23-കാരനെയാണ്. അലി ഫഹീം എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ഇറാൻ്റെ സൈനിക കേന്ദ്രത്തിൽ അതിക്രമിച്ച് കയറി ആയുധങ്ങൾ മോഷ്ടിച്ചു, കലാപത്തിന് ശ്രമിച്ചു എന്നൊക്കെയാണ് ഇയാളുടെ പേരിൽ കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ കള്ളക്കേസുകളാണ് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ വ്യക്തിയെ തൂക്കിക്കൊന്നത്. കൂടാതെ ഒരു 19-കാരനെ ഈയിടെ തൂക്കിക്കൊന്നിരുന്നു. ഈയിടെ തൂക്കിക്കൊന്നവരിലെല്ലാവരും തന്നെ 30 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. ഇതിലൊരാൾ കൗമാരപ്രായക്കാരനാണ് എന്നും പറയുന്നുണ്ട്. ഈ അമേരിക്കയും ഇസ്രായേലുമായുള്ള യുദ്ധം തുടരുമ്പോഴും നാട്ടിലുള്ള തങ്ങളുടെ എതിരാളികളെ, അല്ലെങ്കിൽ നാളെ തങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്താൻ സാധ്യതയുള്ള ആളുകളെ ഇപ്പോൾ തന്നെ വകവരുത്തി അവരുടെ വംശത്തെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയാണ് ഇറാനിലെ മതഭരണകൂടം ഇപ്പോഴും പിന്തുടരുന്നത്. ഇറാനിലെ ഏറ്റവും വലിയ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ IRGCയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള കൂട്ടക്കൊലകൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, നിസ്സാര കുറ്റങ്ങൾക്ക് പോലെ ഇവരെ പിടികൂടി കൊണ്ടുപോയതിന് ശേഷം വധശിക്ഷ നടപ്പിലാക്കുക എന്ന രീതിയാണ് ഇപ്പോൾ ഇറാനിൽ നടപ്പാക്കുന്നത്. അതായത് യുദ്ധം കഴിഞ്ഞാലും തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ആ സമയത്തിനകം തന്നെ കൊന്നുകൊള്ളാൻ തന്നെയാണ് ഇറാനിലെ മതഭരണകൂടം ലക്ഷ്യമിടുന്നത് എന്നാണ് ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബ്ദുൽ ഖാലിം സലാവതി എന്നറിയപ്പെടുന്ന ഒരു ജഡ്ജാണ് പ്രധാനമായും ആളുകളൊക്കെ തന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത്. ഇയാളെ മരണത്തിൻ്റെ ജഡ്ജി എന്നാണ് നാട്ടുകാർ ഇപ്പോൾ വിളിക്കുന്നത്. കാരണം ഇയാളുടെ മുന്നിലേക്ക് ഓരോ കേസിലും പ്രതികളെ ഹാജരാക്കുമ്പോൾ അപ്പോൾ തന്നെ അവർക്ക് വധശിക്ഷ ഇയാൾ വിധിക്കുകയാണ്. വിശദമായ വിചാരണയോ അതുപോലെ തെളിവുകൾ ശേഖരിക്കാനോ ഒന്നും തന്നെ മെനക്കെടാതെ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന നടപടി ഇയാൾക്ക് വധശിക്ഷ വിധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇയാളെ മരണത്തിൻ്റെ ജഡ്ജി എന്ന് വിളിക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ വ്യക്തിക്ക് അവിടേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത്രയും ക്രൂരനായ ഒരാളാണ് ഇയാളെന്നാണ് അറിയപ്പെടുന്നത്. നേരത്തെ കഴിഞ്ഞ ജനുവരി മാസത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത ഏതാണ്ട് 30,000-ഓളം പേരെ ഇറാൻ സൈന്യം കൊന്നുതള്ളി എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം സർക്കാർ പറയുന്നതാകട്ടെ 3,000 പേർ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്നാണ്. അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലുകളിലേക്ക് കൊണ്ടുപോയ പലരെയും അതിക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം അവിടെ കൊല്ലുകയായിരുന്നുവെന്നും ഇവരുടെ മൃതദേഹങ്ങൾ പോലും അടക്കാൻ സ്ഥലമില്ലാത്ത വിധത്തിൽ അത്രത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുമൊക്കെയാണ് പിന്നീട് വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ ഈ വാർത്തകളൊക്കെ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളുടെ സൃഷ്ടി എന്നാണ് ഇറാൻ സർക്കാർ പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ളത് എങ്കിൽ പോലും അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അറിയാൻ പാശ്ചാത്യ മാധ്യമങ്ങൾ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള അവസ്ഥയാണുള്ളത്. കാരണം ഇറാനിലെ എല്ലാ മാധ്യമങ്ങൾക്കും അവരൊരു അപ്രഖ്യാപിത സെൻസറിങ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും തങ്ങൾക്കെതിരെ എന്തെങ്കിലും വാർത്ത നൽകിയാൽ ആ മാധ്യമത്തിൻ്റെ മുഖ്യ ചുമതലക്കാരെ പിടിച്ചുകൊണ്ട് പോയി ജയിലിടുകയോ അതല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയോ ചെയ്യും. നിസ്സാര കുറ്റങ്ങൾക്ക് പോലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി ആ വധശിക്ഷ നടപ്പിലാക്കുന്നതാണ് ഇറാനിലെ ഇപ്പോഴത്തെ രീതി. പക്ഷേ കൗമാരക്കാരെയും ചെറുപ്പക്കാരെയും നിരന്തരമായി ഇങ്ങനെ ഈ സർക്കാർ കൊന്നുതള്ളുന്നതിൽ അവിടെ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്നൊരു ചോദ്യം. അമേരിക്ക ഈ കഴിഞ്ഞ ജനുവരിയിൽ പ്രക്ഷോഭം ആരംഭിച്ച കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും അനാവശ്യമായി ജനങ്ങളെ കൊല്ലുകയാണെങ്കിൽ തങ്ങൾ ഇടപെടുമെന്ന് പറയുകയും ചെയ്തിരുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഈ വാക്ക് കേട്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ആളുകളൊക്കെ തന്നെ പിന്നീട് കൂട്ടക്കൊല ചെയ്യപ്പെടുകയായിരുന്നു. ട്രംപ് ആകട്ടെ വളരെ തന്ത്രപൂർവ്വം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ലോകമെമ്പാടുമുള്ള വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ഇപ്പോൾ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഇതിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം ഇടപെടുകയും ഇവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം അന്വേഷിക്കുകയും ചെയ്യണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ ചെറുപ്പക്കാരെ മാത്രം അല്ലെങ്കിൽ കൗമാരക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ച് ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത് ഭാവിയിൽ ആരും തന്നെ തങ്ങൾക്കെതിരെ രംഗത്തെത്താതെ ഇരിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. ഈ യുദ്ധത്തെ ഒരു മികച്ച അവസരമാക്കി വിനിയോഗിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെയും ഭാവിയിൽ എതിരാളികളാകാൻ സാധ്യതയുള്ളവരെ എല്ലാവരെയും തന്നെ കൊന്നുതള്ളുക എന്നുള്ള ഒരു രീതിയാണ് ഇറാനിലെ മതഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ നടപ്പാക്കുന്നത് ഇസ്ലാമിക നിയമങ്ങളാണ്. അതനുസരിച്ചുള്ള ശിക്ഷയാണ് നടപ്പിലാക്കുന്നത് എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ പോലും അതുപോലും വിശദമായി വിശകലനം നടത്താതെ കോടതിയിലെത്തിച്ച അതേ നിമിഷം തന്നെ ഇവർക്ക് വധശിക്ഷ വിധിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇറാനിൽ നടപ്പിലാക്കുന്നത്.
തങ്ങൾക്കെതിരെ നീങ്ങുന്നവരെല്ലാവരും തന്നെ രാജ്യദ്രോഹികളാണ് എന്ന രീതിയിലാണ് ആ കണ്ണോടുകൂടിയാണ് മതഭരണകൂടം നോക്കിക്കാണുന്നത്. അത് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷവും ഈ ഇത്തരത്തിലുള്ള ഈ തൂക്കിക്കൊലകൾ ഇപ്പോഴും അനുസ്യൂതം തുടരുക തന്നെയാണ്. ഖമേനിയാണ് ഒരുപക്ഷെ അദ്ദേഹം അവിടെ പരമോന്നത നേതാവായിരുന്ന കാലത്ത് ഏറ്റവും അധികം ആളുകളെ തൂക്കിക്കൊല്ലുന്നതിന് പ്രേരണ നൽകിയത് എന്നാണ് പറയപ്പെടുന്നത്. അയാളുടെ മകനായ മുസ്തഫ ഖമേനിയുമൊക്കെ തന്നെ ഇത്തരത്തിൽ തങ്ങളുടെ എതിരാളികളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതിന് പൂർണ്ണമായും പിന്തുണ നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.